നമസ്കാരം. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇലക്ട്രിസിറ്റി, അല്ലേ? പക്ഷെ ഇത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ വൈദ്യുതിയുടെ ചില അടിസ്ഥാന രഹസ്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഇവിടെ നോക്കൂ, കാഴ്ചയിൽ ഒരുപോലെ തോന്നുന്ന രണ്ട് സർക്യൂട്ടുകൾ. ഒന്നിലൊരു LED ഒരു കപ്പാസിറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റേതിലൊരു ബാറ്ററിയുമായി. പക്ഷെ കിട്ടുന്ന റിസൾട്ട് അത് വളരെ വ്യത്യാസമുണ്ട്. ഒരെണ്ണം ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് മിന്നിമായുന്നു, മറ്റേതാണെങ്കിലോ തുടർച്ചയായി കത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്ന രഹസ്യം. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം, അല്ലേ? ഒരേപോലെയുള്ള LEDകൾക്ക് രണ്ട് തരം പവർ സോഴ്സ് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് തരം റിസൾട്ട് വരുന്നത്? നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉത്തരം കണ്ടെത്താം. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ഉപമ ഉപയോഗിക്കാം. വെള്ളത്തിന്റെ ഒഴുക്ക്. വൈദ്യുതിയുടെ ഒഴുക്കിനെ മനസ്സിലാക്കാൻ വെള്ളത്തിന്റെ ഒഴുക്ക് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം, അല്ലേ? ഇപ്പൊ നോക്കിയേ, രണ്ട് പാത്രങ്ങളില് ഒരേ ലെവലിലാണ് വെള്ളമിരിക്കുന്നത്. അപ്പൊ അവ തമ്മിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുമോ? ഇല്ല, ചാൻസ് ഇല്ല. കാരണം അവിടെ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒഴുക്കവും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യവും. ഒരു ഡിഫറൻസ് ഇല്ലാതെ ഇലക്ട്രിക് ചാർജുകൾക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഒഴുകാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു പാത്രം കുറച്ചൊന്നുയർത്തി വെച്ചാൽ എന്ത് സംഭവിക്കും? കണ്ടില്ലേ, വെള്ളത്തിന്റെ ലെവലില് ഒരു വ്യത്യാസം വന്നു. ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങി. ഒരു സർക്യൂട്ടില് ഒരു ബാറ്ററി ചെയ്യുന്നതും കറക്റ്റ് ഇതേ കാര്യമാണ്. അത് ഇലക്ട്രിക് ചാർജുകൾക്കിടയിൽ ഒരു വ്യത്യാസമുണ്ടാക്കുന്നു, ആ ഒഴുക്ക് സാധ്യമാക്കുന്നു. ഈ വ്യത്യാസത്തിന് നമ്മൾ ശാസ്ത്രീയമായി പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന വോൾട്ടേജ്. സിമ്പിളായിട്ട് പറഞ്ഞാല്, ചാർജുകളെ മുന്നോട്ട് തള്ളിവിടുന്ന ഒരുതരം പ്രഷറാണിത്. ഈ പ്രഷർ കൂടുന്തോറും ചാർജുകൾക്ക് ഒഴുകാനുള്ള ശക്തിയും കൂടും. ഒരു സംശയം തോന്നാം, വെള്ളമൊഴുകി രണ്ട് പാത്രത്തിലെയും ലെവൽ ഒരുപോലെയായാൽ പിന്നെ ഒഴുക്ക് നിൽക്കില്ലേ? ശരിയാണ്. അപ്പോൾ ഒഴുക്ക് തുടർച്ചയായി വേണമെങ്കിൽ എന്തു ചെയ്യണം? താഴ്ന്ന പാത്രത്തിൽ നിന്ന് ഉയർന്ന പാത്രത്തിലേക്ക് വെള്ളം തിരികെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ബാറ്ററി സർക്യൂട്ടിൽ ചെയ്യുന്നതും കൃത്യമായി ഈ പണിയാണ്. അത് തുടർച്ചയായി ആ വ്യത്യാസം നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇങ്ങനെ തുടർച്ചയായി നിലനിർത്തുന്ന ആ ഊർജ്ജ സ്രോതസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ EMF എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ബാറ്ററി ഒരു ഇലക്ട്രിക്കൽ പമ്പ് പോലെ പ്രവർത്തിച്ച് കറന്റിനെ തുടർച്ചയായി ഒഴുക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബാറ്ററി വെച്ച LED നിർത്താതെ പ്രകാശിച്ചത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ചാർജുകൾ ഒഴുകാൻ തുടങ്ങുമല്ലോ. ആ ഒഴുക്കിന്റെ നിരക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വെള്ളത്തിന്റെ ഉപമയിലെ യഥാർത്ഥ ഒഴുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ 3 പ്രധാന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു: വോൾട്ടേജ്, EMF, പിന്നെ കറന്റ്. ഓക്കേ, അപ്പോൾ ചാർജുകളെ തള്ളുന്ന ആ ഫോഴ്സിനെ പറ്റിയും അവയുടെ ഒഴുക്കിനെ പറ്റിയും നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. പക്ഷെ ഈ ഒഴുക്ക് എപ്പോഴും ഒരുപോലെ സ്മൂത്തായിരിക്കുമോ? അതോ ഇതിനെ തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. ഈ ചിത്രം കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാകും, അല്ലേ? ഒഴുക്കിന്റെ വഴി വളരെ ഇടുങ്ങിയതാണെങ്കിൽ മുന്നോട്ടു പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ചാർജുകൾ ഒഴുകിപ്പോകുന്ന വഴിയിൽ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകാം. കറന്റിന്റെ ഒഴുകിനെ എതിർക്കുന്ന ഈ കഴിവിനാണ് നമ്മൾ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇതിനെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് വിളിക്കാം. എല്ലാ വസ്തുക്കൾക്കും ഒരേപോലത്തെ റെസിസ്റ്റൻസ് അല്ല. ചിലത് കറന്റിനെ ഈസിയായി കടത്തിവിടും, ചിലത് നന്നായിട്ട് തന്നെ തടസ്സപ്പെടുത്തും. ഇവിടെ നോക്കൂ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ നീളം കൂടിയൊരു വയർ ഉപയോഗിച്ചപ്പോൾ ബൾബിന്റെ വെളിച്ചം കുറഞ്ഞു, അതായത് റെസിസ്റ്റൻസ് കൂടി. പക്ഷെ കനം കൂടിയ വയർ ഉപയോഗിച്ചപ്പോൾ ബൾബിന് നല്ല പ്രകാശം കിട്ടി, അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ഒരു വയറിന്റെ നീളവും കനവുമൊക്കെ അതിന്റെ റെസിസ്റ്റൻസിനെ ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളില്ലേ, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. നമ്മുടെ ഈ അന്വേഷണത്തിന്റെ ക്ലൈമാക്സിലേക്ക് സ്വാഗതം. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ 3 കാര്യങ്ങളും, അതായത് തള്ളലും ഒഴുക്കും തടസ്സവും തമ്മിലുള്ള ബന്ധമെന്താണ്? ഇവയിൽ ഒന്നിന് മാറ്റം വന്നാൽ മറ്റുള്ളവയ്ക്ക് എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ വൈദ്യുതിയെപ്പറ്റിയുള്ള നമ്മുടെ ധാരണ ഏതാണ്ട് പൂർണ്ണമാകും. 1820കളിൽ ജീവിച്ചിരുന്ന ജോർജ് സൈമൺ ഓം എന്നൊരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയത്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം ഈ 3 ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ഇതാണ് ആ നിയമം.
വളരെ സിമ്പിളാണ്. V ഈക്വൽസ് I ഇൻറ്റു R. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് കറന്റിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഗുണിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ആ തള്ളൽ എന്ന് പറയുന്നത് ഒഴുക്കിനെ അതിന്റെ തടസ്സം കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. കാണാൻ ചെറുതാണെങ്കിലും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ഇക്വേഷനാണത്. ഒരു സർക്യൂട്ടിന്റെ മുഴുവൻ രഹസ്യം ഇതിലുണ്ട്. ശരി, അപ്പോ തിയറിയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഈ അറിവ് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ? നമ്മുടെ ചുറ്റുമുള്ള ഓരോ ഉപകരണങ്ങളിലെയും സർക്യൂട്ടുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? സർക്യൂട്ടുകൾ പ്രധാനമായും 2 രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്: സീരീസായും പാരലലായും. സീരീസിൽ കറന്റിന് പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാൽ പാരലലിൽ ഒന്നിൽ കൂടുതൽ വഴികളുണ്ട്. ഈ വ്യത്യാസം കാരണം അവയുടെ പ്രവർത്തനത്തിലും വലിയ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ TV റിമോട്ട് തന്നെ ഒരു നല്ല ഉദാഹരണമാണ്. അതിലെ ബാറ്ററികൾ ഒന്നിനു പുറകെ ഒന്നായിട്ടല്ലേ വെച്ചിരിക്കുന്നത്? അതാണ് സീരീസ് കണക്ഷൻ. എന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്നറിയാമോ? ഓരോ ബാറ്ററിയുടെയും വോൾട്ടേജ് തമ്മിൽ കൂട്ടി മൊത്തത്തിലുള്ള തള്ളൽ അല്ലെങ്കിൽ വോൾട്ടേജ് വർദ്ധിപ്പിക്കാൻ. ഇനി ഒരു പവർ ബാങ്ക് എടുത്താലോ? അതിനുള്ളിലെ സെല്ലുകൾ മിക്കവാറും പാരലലായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ലക്ഷ്യം വോൾട്ടേജ് കൂട്ടലല്ല, പകരം കൂടുതൽ സമയം കറണ്ട് കിട്ടുക എന്നതാണ്. അതായത് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടി. അപ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറന്റ്, റെസിസ്റ്റൻസ് ഇതൊക്കെ ഉപയോഗിച്ച് വൈദ്യുതിയുടെ ഒഴുക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞാലോ? ഒരു ഊർജ്ജവും നഷ്ടപ്പെടാതെ ഇലക്ട്രിസിറ്റിക്ക് ഒഴുകാൻ സാധിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ.